ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാസ്റ്റർ ടീച്ചറും ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. മക്കൾ എല്ലാവരും റെഡി ആണല്ലോ? നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. അതിന് മുന്നേയായിട്ട് മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ രീതിയിലുള്ള ഒരു സെക്ഷൻ മക്കൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. അവിടെ നിങ്ങൾ കുട്ടിയുടെ പേര് എന്നുള്ളത് മക്കളുടെ പേരും, സ്കൂൾ എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരും, അതുപോലെ ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷനും, ക്ലാസ് എന്നുള്ളത് മക്കളുടെ ക്ലാസ്സും കൃത്യമായിട്ട് എഴുതുക കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നമുക്ക് നമ്മുടെ പ്രവർത്തനത്തിലോട്ട് പോവാം അല്ലെ. നോക്കിക്കേ, ക്രമത്തിൽ എഴുതാം. എന്താണ് മക്കളെ നമ്മുടെ പ്രവർത്തനത്തിന്റെ പേര്? ക്രമത്തിൽ എഴുതാം എന്നാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. നീലു പിറന്നാൾ സമ്മാനമായി സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകൾ നൽകി. തൈകൾക്കൊപ്പം വെക്കാൻ തയ്യാറാക്കിയ ബോർഡുകളാണ് ചുവടെ കാണുന്നത്. ബോർഡിലെ പേരുകൾ വായിക്കൂ. അപ്പൊ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? അപ്പൊ നീലുവിന്റെ പിറന്നാളാണ് അല്ലെ. അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിറന്നാൾ സമ്മാനമായിട്ട് സ്കൂളിലെ അടുക്കളത്തോട്ടത്തിലേക്ക് കുറച്ച് പച്ചക്കറി തൈകളാണ് നൽകിയിട്ടുള്ളത്. തൈകൾക്കൊപ്പം വെക്കാനായിട്ട് അവയുടെ പേരുകൾ എഴുതിയിട്ടുള്ള ബോർഡുകൾ കൂടി അവൾ എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ബോർഡിലെ പേരുകൾ മക്കളെ ആദ്യം നന്നായിട്ട് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് വായിക്കാം. ഫസ്റ്റ് വൺ എന്താണ് മക്കളെ? വഴുതന, ദെൻ ചീര, കുമ്പളം, മത്തൻ, വെണ്ട, തക്കാളി അല്ലെ. ഇത്രയും അല്ലേ മക്കളെ നമുക്ക് തന്നിട്ടുള്ള പേരുകള്. ഓക്കെ, ഇനി കൂട്ടുകാർക്കുള്ള ക്വസ്റ്റ്യൻ ഇതാണ്. പച്ചക്കറി തൈകളുടെ പേരുകൾ ചുവടെയുള്ള ബോർഡിലേക്ക് അക്ഷരമാലാക്രമത്തിൽ എഴുതൂ. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? ആ പച്ചക്കറികളുടെ ബോർഡുകളിൽ നമ്മൾ പേരുകൾ വായിച്ചല്ലോ, ആ പേരുകളെ അക്ഷരമാലാക്രമം. മക്കളെ, മിസ് ഇതാ ഓണത്തിന്റെ മറ്റൊരു മെഗാ ഓഫറുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. മറ്റൊന്നല്ല മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കായിട്ടുള്ള സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ വെറും 200 രൂപയ്ക്ക് അവൈലബിൾ ആകാനായിട്ട് പോവാണ് കേട്ടോ മക്കളെ. ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം മക്കൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക കേട്ടോ. കോൾ ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും കോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പൊ മറക്കണ്ട മക്കളെ, 1 മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുവരുന്ന ആദ്യത്തെ 100 പേർക്ക് മാത്രമാണ് മക്കളെ ഈ ഒരു സ്പെഷ്യൽ ഓഫർ ഉള്ളത്. വെറും 200 രൂപയ്ക്ക് നമ്മൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആക്കി തരുന്നതായിരിക്കും. മാറ്റിയിട്ട് ഇവിടെ റീഅറേഞ്ച് ചെയ്ത് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ അക്ഷരമാല ക്രമത്തിലുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ, ചോദിക്കാറുണ്ട്. ഇത്തരത്തിൽ കുറച്ച് പേരുകളൊക്കെ തന്നുകൊണ്ട് ചിലപ്പം പുസ്തകങ്ങളുടെ പേരാവാം, അല്ലെങ്കിൽ ഇതുപോലെ വെജിറ്റബിൾസിന്റെ പേര് എന്ത് തന്നെയെങ്കിലും ആവാം. എന്നിട്ട് അവയെ അക്ഷരമാല ക്രമത്തിലോട്ട് മാറ്റി എഴുതാനായിട്ട്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഏത് വരും മക്കളെ? കുമ്പളം അല്ലെ. കുമ്പളം, പിന്നെയോ ചീര, പിന്നെ ഏതാ മക്കളെ? തക്കാളി, മത്തൻ, വഴുതന, വെണ്ട അല്ലെ. ഇവിടെ ആദ്യം നിങ്ങൾ അക്ഷരമാല ക്രമത്തിൽ എഴുതും. ആദ്യം സ്വരാക്ഷരങ്ങളാണ് മക്കള് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇവിടെ സ്വരാക്ഷരങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുന്നതില്ല. ഏതേ ഉള്ളൂ മക്കളെ? സ്വരാക്ഷരങ്ങളിൽ ഉൾപ്പെടാത്തതാണുള്ളത് അല്ലെ. ക, ച, പിന്നെ വരുന്നത് ത, മ, വ എന്നതിൽ തുടങ്ങി വ എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി, പിന്നെയാണ് വായുടെ കൂടെ ചിഹ്നം വരുന്നത് നമ്മൾ എഴുതുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആദ്യം സ്വരാക്ഷരങ്ങൾ മക്കള് ശ്രദ്ധിക്കാം. ക്ലിയർ അല്ലേ? സ്വരാക്ഷരങ്ങളുടെ അതിനാദ്യം പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഒരു ചെറിയൊരു കടങ്കഥയാണ്. പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വെച്ചാലോ വമ്പത്തി. ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന പച്ചക്കറി ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താണ് മക്കളെ? പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വെച്ചാലോ വമ്പത്തി. ആരാണ് മക്കളെ? മത്തൻ, വെണ്ട, കുമ്പളം, വഴുതനം. ആരാണ് മക്കളെ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, കുമ്പളമാണ്. മക്കൾ കണ്ടില്ലേ കുമ്പളം? കുമ്പളത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് കാണാല്ലേ ഒരു പൗഡർ പോലെയുള്ള ഒരു വെള്ള നിറത്തിലുള്ള പൊടി മക്കൾക്ക് കാണാനായിട്ട് പറ്റൂലേ? അതിന്റെ പുറം ഭാഗം എങ്ങനെ നമുക്ക് കാണാം മക്കളെ? ഒരു വെള്ള നിറത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, അപ്പൊ പൗഡർ പൂശിയ സുന്ദരി ഞാൻ, കറി വെച്ചാലോ വമ്പത്തി. ഉത്തരം എന്താണ്? കുമ്പളമാണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഏതെങ്കിലും പച്ചക്കറിയുടെ പേര് ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാനാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു പച്ചക്കറി ആൻസർ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു കടങ്കഥ മക്കളുടെ എഴുതാനാണ്. മിസ് ഇതാ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒന്നായിരിക്കും, കാള കിടക്കും കയറോടും. എന്താണ് മക്കളെ? മത്തനാണ് അല്ലെ. കാള കിടക്കും കയറോടും. അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു പച്ചക്കറി ഉത്തരമായിട്ട് വരുന്ന രീതിയിൽ ഒരു കടങ്കഥ തയ്യാറാക്കുക. ഓക്കെ അല്ലേ മക്കളെ? കടങ്കഥയൊക്കെ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കുറെ കടങ്കഥകളൊക്കെ മക്കൾ എന്ത് ചെയ്യാ, മനസ്സിലാക്കി വെച്ചിട്ട് പോവാ കേട്ടോ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. കണ്ടെത്താം എഴുതാം. എന്താണ് മക്കളെ? കണ്ടെത്താം എഴുതാം. ഓണമെത്തി.
വീടൊരുക്കണം, പൂക്കളം ഇടണം, സദ്യയുണ്ടാക്കണം. ആകെ തിരക്കിലാണ് അച്ഛനും അമ്മയും. ഞാൻ സഹായിക്കട്ടെ? നീലു ചോദിച്ചു. ആയിക്കോട്ടെ. അണ്ണാൻ കുഞ്ഞും തന്നാലായത്. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. എന്താ മക്കളെ പറഞ്ഞിട്ടുള്ളത്? ഓണക്കാലമായില്ലേ? ഓണക്കാലമായ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെല്ലാവരും ഓണത്തിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങി നിൽക്കൂലെ? അപ്പൊ വീട് ഒരുങ്ങണം. ഓണത്തിന് നമ്മൾ എന്ത് ചെയ്യും മക്കളെ? വീട്ടിൽ പൂക്കൾ നമ്മൾ ഇടും, സദ്യ ഒരുക്കൂലേ? അങ്ങനെ ഒത്തിരി പണികളുണ്ട് അല്ലെ? അപ്പൊ എന്താണ്, വീട്ടില് നീലുവിന്റെ അച്ഛനും അമ്മയൊക്കെ എന്താണ് മക്കളെ, ഓണത്തിന്റെ ഓരോ തിരക്കിലാണ്. അപ്പൊ നീലു ചോദിക്കാണ്, ഞാനും കൂടി സഹായിച്ചോട്ടെ എന്ന് ചോദിക്കാണ് അല്ലെ? അപ്പൊ എന്താണ് അമ്മ പറഞ്ഞത്? ആയിക്കോട്ടെ, അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അമ്മയുടെ ഈ മറുപടി കേട്ടിട്ട് എന്ത് ചെയ്തു? അച്ഛൻ ചിരിക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ? ഓക്കെ മക്കളെ, ഇനി നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്. അമ്മ പറഞ്ഞ പഴഞ്ചൊല്ല് ശ്രദ്ധിച്ചില്ലേ? അതിന്റെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആശയവുമായി യോജിക്കുന്ന വാക്യം കണ്ടെത്തി എഴുതുക. അമ്മ എന്തെന്ന് പറഞ്ഞത്? അണ്ണാൻ കുഞ്ഞും തന്നാലായത്. മക്കളെ കേട്ടിട്ടുണ്ട് ഒരു പഴഞ്ചൊല്ല്? അതിന്റെ ആശയമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒത്തുചേർന്ന് ബഹളം വെക്കുക, ഐക്യമുണ്ടെങ്കിൽ എന്തും നേടാം, ചെറിയ അധ്വാനത്തിനും വിലയുണ്ട്, കാത്തിരുന്ന അവസരം ഒത്തുവരുമ്പോൾ തടസ്സമുണ്ടാകുക. എന്താണ് മക്കളെ? എന്താണ് അതിന്റെ ആശയം? ചെറിയ അധ്വാനത്തിനും വിലയുണ്ട് അല്ലെ? അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് അല്ലെ? അണ്ണാൻ കുഞ്ഞിനും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ത് ചെയ്യാണ്? അവൻ ചെയ്യാണ് അല്ലെ? അതായത് ഏറ്റവും ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എത്ര ചെറിയ കാര്യമായിക്കോട്ടെ അത് അയാൾ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ചെറിയ അധ്വാനത്തിനും എന്തുണ്ട് മക്കളെ? വിലയുണ്ട് എന്നതാണ് അവിടെ അമ്മ ഉദ്ദേശിക്കുന്നത് അല്ലെ? ആശയമാണ് ആ ഒരു പഴഞ്ചൊല്ലിൽ വരുന്നത്. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇതുപോലെ മക്കൾക്ക് പഴഞ്ചൊല്ല് തന്നിട്ട് അതിന്റെ ആശയം കണ്ടെത്താനായിട്ട് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഴഞ്ചൊല്ല് നിർമ്മിക്കാനായിട്ട് മക്കൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും കേട്ടോ. നോക്കിക്കേ, അത്തരത്തിലൊരു ചോദ്യമാണ് നമുക്ക് അടുത്തതുള്ളത്. മൃഗങ്ങളുടെ പേരുകൾ ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതൂ. എന്താണ് പറഞ്ഞിട്ടുള്ളത് മക്കളെ? മൃഗങ്ങളുടെ പേര് ഉൾപ്പെടുന്ന 2 പഴഞ്ചൊല്ലുകൾ എഴുതാനാണ്. ഓക്കെ, ഇവിടെ ആശയമല്ല നമുക്ക് തന്നിട്ടുള്ളത്, മൃഗങ്ങളുടെ പേര് ഉൾപ്പെടുന്ന ജസ്റ്റ് 2 പഴഞ്ചൊല്ലുകൾ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം പഴഞ്ചൊല്ലും കടകഥയും വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, കേട്ടിട്ടുണ്ടോ? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? എന്താണ്? കാക്ക കുളിച്ചാൽ കൊക്കാകുമോ? അത് കൂട്ടുകാരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ? നമ്മൾ പലപ്പോഴും കളിയാക്കുന്ന രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നുള്ളത് അല്ലെ? നോക്കിക്കേ മക്കളെ, പൂച്ചയ്ക്കാര് മണി കെട്ടും. എന്താണ്? പൂച്ചയ്ക്കാര് മണി കെട്ടും. ഇതൊക്കെ എന്താണ് മക്കളെ? പഴഞ്ചൊല്ലുകളാണ് അല്ലെ? അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അടിവരയിട്ട പദക്കൂട്ട് ചേർത്ത് മറ്റൊരു വാക്യം എഴുതൂ. ഇവിടെ ഏത് വാക്യത്തിനാണ് മക്കളെ അടിവരയിട്ടിട്ടുള്ളത്? പൊട്ടി പൊട്ടി എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അത് ചേർത്തിട്ട് മക്കളെടുത്ത് ഇതുപോലെ മറ്റൊരു വാക്യം നിർമ്മിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, സുഹൃത്തിന്റെ തമാശ കേട്ട് അവൻ പൊട്ടി പൊട്ടി ചിരിച്ചു. കണ്ടോ മക്കളെ? പൊട്ടി പൊട്ടി എന്ന് പറയുന്ന ആ ഒരു പദക്കൂട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു വാക്യം എഴുതി അല്ലെ? സുഹൃത്തിന്റെ തമാശ കേട്ട് അവൻ പൊട്ടി പൊട്ടി ചിരിച്ചു. ഓക്കെ അല്ല മക്കളെ? അപ്പൊ ഇതും കൂട്ടുകാർക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ ഒരു പദക്കൂട്ട് തന്നിട്ട് അത് ചേർത്തിട്ട് പുതിയൊരു വാക്യം നിർമ്മിക്കാനായിട്ട്. ക്ലിയർ അല്ലേ മക്കളെ? അപ്പം പഴഞ്ചൊല്ലും ഘടകഥയും എല്ലാം ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് മക്കൾ ശ്രദ്ധിച്ചിരിക്കുക. മലയാളം മറ്റ് പാർട്ട് വീഡിയോസ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അതെല്ലാം മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കണ്ട് പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. മാതാവ് എന്ന പദത്തിന് പകരം പ്രയോഗിച്ചിട്ടുള്ള വാക്യേത്? ഏതാണ് മക്കളെ? അമ്മ എന്നുള്ള വാക്കാണ് അല്ലെ? നോക്കിക്കേ, നമുക്ക് ഇവിടെ വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു സെക്ഷനിൽ ഇവിടെ പറയുന്നുണ്ട് അല്ലെ? കണ്ടോ? അമ്മയുടെ മറുപടി കേട്ട് അച്ഛൻ പൊട്ടി പൊട്ടി ചിരിച്ചു. അവിടെ മാതാവ് എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? അമ്മയാണ്. അപ്പൊ മാതാവ് എന്നതിന് പകരമായിട്ട് ഉപയോഗിച്ച വാക്ക് ഏതാണ്? അമ്മ എന്നുള്ളതാണ്. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. വായിക്കാം വരയ്ക്കാം എന്നതാണ്. അവിടെ നമുക്ക് ചെറിയൊരു പാട്ട് തന്നിട്ടുണ്ട് മക്കളെ. ആ ഒരു പാട്ട് വായിച്ചിട്ട് അല്ലെങ്കിൽ കവിത വായിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ചിത്രം വരയ്ക്കാനാണ്. നോക്കിക്കേ. മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ടേ, പുഞ്ചവയലിൽ പുഞ്ചിരിത്തോകും സ്വർണ്ണക്കതിരുണ്ടേ, കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ടേ, കളകളമൊഴുകും പുഴ
കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ട്, പുഴയോരത്തിൽ സ്നേഹം വിളയും ചെറുവീടുകളുണ്ട്. അപ്പൊ നോക്കിക്കേ മക്കളെ, കവിത വായിക്കൂ. എന്തെല്ലാം കാര്യങ്ങളാണ് കവിതയിലുള്ളത് എഴുതി നോക്കൂ. ആദ്യം മക്കളുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? കവിതയിലുള്ള കാര്യങ്ങളെല്ലാം എഴുതി നോക്കാനാണ്. ഓക്കെ, നമുക്ക് ആദ്യം അത് ചെയ്യാം. എന്തൊക്കെയാണ് മക്കളെ കവിതയിലുള്ളത്? കവിതയിൽ പുഞ്ചവയലുണ്ട് എന്ന് പറയുന്നുണ്ട്, സ്വർണ്ണ കതിരുകളുണ്ട് എന്ന് പറയുന്നുണ്ട്, വർണ്ണക്കിളികളെ പറയുന്നുണ്ട്, പുഴ പറയുന്നുണ്ട്, പൊടിമീനുകൾ പറയുന്നുണ്ട്, പിന്നെയോ ചെറുവീടുകളിലെ ഇതെല്ലാം നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് അല്ലേ? ഇതാ കണ്ടേ മക്കളെ, പുഞ്ചവയലുണ്ട്, മേലെ കുന്നിൻ താഴത്തു നല്ലൊരു പുഞ്ചവയലുണ്ട് അല്ലെ? അതേപോലെ കുന്ന് പറയുന്നുണ്ട് അല്ലെ? ദെൻ പുഞ്ചവയലിൽ പുഞ്ചിരി തൂകം സ്വർണ്ണക്കതിരുണ്ട്, പിന്നെയോ കതിർമണി കൊത്താൻ വർണ്ണക്കിളികൾ കാത്തു നിൽപ്പുണ്ട്, കളകളമൊഴുകും പുഴയിൽ നിറയെ പൊടിമീനുകളുണ്ട്, പുഴയോരത്ത് സ്നേഹം വിളയും ചെറുവീടുകളുണ്ട്. ഇതെല്ലാം നമ്മുടെ കവിതയിൽ പറയുന്ന കാര്യങ്ങളാണ്. അത് മക്കളടുത്ത് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ മക്കളെ? പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം, ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മുടെ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഇതാണ് കൂട്ടുകാർ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ചിത്രം വരയ്ക്കൂ, ചിത്രത്തിന് യോജിച്ച നിറങ്ങളും നൽകൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്കിപ്പം കണ്ടുവരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഇതുപോലെ കവിതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ തന്നിട്ട് അത് വായിച്ചു നോക്കിയിട്ട് അതിന് യോജിച്ച രീതിയിൽ മക്കളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം എന്താ എന്നുള്ളത് വരയ്ക്കാനും ചിത്രത്തിന് യോജിച്ച രീതിയിൽ നിറം നൽകാനും. ഓക്കെ മക്കളെ, അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളർ പെൻസിലോ ക്രയോൺസോ ഒക്കെ കയ്യിൽ കരുതാനായിട്ട് മറക്കരുതേ. മിസ് ജസ്റ്റ് ഇപ്പൊ അവിടെ നോക്കിക്കേ മക്കളെ, ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, പുഞ്ചവയലുണ്ട്, അതുപോലെ തന്നെ അവിടെ കതിരുകളുണ്ട്, പിന്നെ മക്കളെ കുറച്ച് പക്ഷികളുടെ ചിത്രങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചെറിയൊരു പുഴയും അതില് എന്താണ് മക്കളെ അതിന്റെ സൈഡിലായിട്ട് കുറച്ച് വീടുകളൊക്കെ മിസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തില് കൂട്ടുകാർക്ക് പറ്റുന്ന രീതിയിൽ മക്കൾ എന്ത് ചെയ്യുക, ആ കവിത വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞിട്ടുള്ള ഒരു ചിത്രം അല്ലെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഒരു ചിത്രം വരയ്ക്കാം. ഓക്കെ അല്ല മക്കളെ? സിമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലേ? അപ്പൊ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യന്റെയും ആൻസേഴ്സ് മക്കള് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.